സാധാരണ രീതിയിൽ ഓടകളില്ലാത്തതൊക്കെയാണല്ലോ വെള്ളക്കെട്ട് പോലുള്ള വലിയ പ്രശ്നത്തിന് കാരണമാകുന്നത്. എന്നാൽ ഓട വരുന്നത് മൂലം പ്രശ്നത്തിലായ നാട്ടുകാരുണ്ട്. കഴക്കൂട്ടം അരശുമൂട് കുഴിവിള ഭാഗത്ത് ഓട നിർമ്മാണം ആരംഭിച്ചു. പക്ഷേ എവിടെ നിന്ന് തുടങ്ങി എങ്ങനെ എന്നതൊക്കെയാണ് പ്രശ്നം. ഇപ്പോൾ ഓട നിർമ്മാണം കാരണം വഴി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. ഭയങ്കര ബുദ്ധിമുട്ട്. അവിടെ ഞങ്ങൾ പാലം വെച്ചേക്കാണ് ഇതും. അവിടെ മൂന്നര മാസമായി ഇതിങ്ങനെ ഇളക്കിയിട്ടിട്ട്. ഇവിടെ അവിടെ നടയിൽ അത്രയും കൊതുകാണ് ഇപ്പം. കുളത്തൂർ വാർഡിൽ ഉൾപ്പെട്ട മുത്തൂറ്റിക്കര തട്ടാക്കുടി ലൈൻ വഴിയുള്ള ഓട നിർമ്മാണമാണിത്. പ്രധാന പ്രശ്നം ഓട നിർമ്മാണം ശാസ്ത്രീയമല്ല എന്നതാണ്. കമ്പിയില്ലാതെ കോൺക്രീറ്റ് ചെയ്ത് ഓട നിർമ്മാണം നടത്താൻ ശ്രമിച്ചതോടെ നാട്ടുകാർ ഇടപെട്ടു. അപ്പോൾ നമ്മൾ കമ്പിയിട്ട് കോൺക്രീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ വലിയ വണ്ടികൾ പോകുമ്പോഴത്തേക്ക് എപ്പോഴും മഴ പെയ്യുമ്പോഴത്തേക്ക് ഒരു 5-6 മാസം വരെ ഇതുവഴി ഊറ്റാണ് ഭയങ്കര. അപ്പം റോഡ് താന്നു പോകും. ഇപ്പം തന്നെ അവർ പറയുന്നത് വെച്ചാൽ ഓട്ടോയും ബൈക്ക് മാത്രം പോയാൽ മതി. ഇത് അങ്ങനത്തെ റോഡാണ് അത്. അപ്പോൾ അപ്പുറത്തേക്ക് തന്നെ ഇപ്പോൾ കുടിവെള്ളം പൈപ്പിൽ വരത്തില്ല. അപ്പം ചിലപ്പോൾ പുറത്തുനിന്ന് വണ്ടി വിളിക്കേണ്ടി വരും. അത് കോർപ്പറേഷൻ്റെ വണ്ടിയാണ് വരുന്നത്. അപ്പോൾ ആ വണ്ടി എങ്ങനെ പോകും? ഓടയുടെ നിർമ്മാണം നടക്കുന്നത് റോഡിന്റെ പാതി വഴിയിൽ വെച്ചാണ്. അതിനുള്ള കാരണവും വ്യക്തമല്ല. ഇവിടെ നിന്ന് ഇത്രയും ദൂരം ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇവിടെ വെള്ളം കിട്ടൂല്ലോ എന്നില്ല. നമുക്ക് വെള്ളം ഇതിവിടെ ഓടയുടെ ആവശ്യമില്ല. നമുക്കിത് പഴയതുപോലെ ചെയ്തു തന്നാൽ മതി. നിലവിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ ഓട നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഓടയ്ക്കായി എടുത്ത കുഴിയിൽ വീണും മഴ പെയ്താൽ വെള്ളം നിറഞ്ഞും അതും നാട്ടുകാർക്ക് തലവേദന. ഞാൻ ഊബർ ഓടുന്നുണ്ട്. ഇതുവഴി ഒരു വാഹനം വിളിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് ഒരാളിനെ എടുക്കാൻ വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. കോർപ്പറേഷനിൽ നാട്ടുകാർ ചേർന്ന നിലവിൽ പരാതി അറിയിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ശാസ്ത്രീയമായ രീതിയിൽ ഓട നിർമ്മാണം നടത്തുക, അല്ലെങ്കിൽ ഓട വേണ്ടെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.